വയനാട്ടിൽ വന്നിട്ട് നമ്മൾ പഴയ വീടുകളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയൊരു ബ്രാൻഡ് ന്യൂ എന്നാണ് ഇത് ഹൗസ് വാമിങ് കഴിഞ്ഞത് 2025 ഓഗസ്റ്റിൽ, ഒരു 6 മാസം പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 5.5 ഏക്കർ കാപ്പിത്തോട്ടത്തിന് നടുവിൽ. പേരെന്താ? ബിന്ദു. ബിന്ദുവിന്റെയും ഹസ്ബൻഡിന്റെ പേര് പുരുഷോത്തമന്റെയും വീടാണ്. നിങ്ങൾക്ക് എത്ര മക്കളാ? 2 കുട്ടികൾ. അവരെന്ത് ചെയ്യുന്നു? മൂത്തയാള് UK-ലാണ്, മരുമോളും അവിടെയാണ്, ചെറിയ ആള് കാനഡയില്. ഓക്കെ. അപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ? ഈ ഇരിക്കുന്നത് ഹസ്ബൻഡിന്റെ അമ്മയാ. അമ്മയുടെ പേരെന്താ? ജാനകി. ഓക്കെ. വീട് നമുക്ക് കാണിച്ചു കൊടുക്കാലോ അല്ലേ? വളരെ കോസി പ്രപ്പോർഷൻ ഉള്ള വീടാണ് അല്ലേ? എത്ര ബെഡ്റൂംസ് ആണ്? എടുത്തത് 2 ബെഡ്റൂമാണ്. ആദ്യം ഉള്ളത് 2 ബെഡ്റൂം ഉണ്ട്. ഓക്കെ, മൊത്തം 4 ബെഡ്റൂം. അപ്പൊ ഇത് പഴയ വീട് നിങ്ങൾ മോഡിഫൈ ചെയ്തതാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് പൊളിച്ചിട്ട് വേറെ ചെയ്തു. അത് പഴയതാണ്. ഓ, ബാക്കില് അത് തന്നെ റീറ്റെയിൻ ചെയ്തു. ബിന്ദു എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ചിത്രം ഞാൻ വരച്ചതാണ്. ഇത് നിങ്ങൾ വരച്ചതാണോ? ഫൈൻ ലൈൻസ്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. പ്രപ്പോർഷനൊക്കെ വളരെ കറക്റ്റാ. ഞാൻ പണ്ടൊക്കെ വരക്കുമായിരുന്നു. ഇപ്പൊ നേരെ തിരിഞ്ഞു. ഇതൊരു ബെഡ്റൂമാണ്. ഓക്കെ. ഇതിപ്പോ എടുത്തതാ. നല്ല സ്പേഷ്യസ്, കൂൾ. ഇവിടെ AC ഇട്ട് വെച്ചിരുന്നതാണോ? അതുകൊണ്ടാണോ നല്ല തണുപ്പ്? അല്ല, നമുക്ക് നല്ല തണുപ്പുണ്ടാകും. AC ഇടാറില്ല ഇപ്പം. ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. കാരണം ഞങ്ങള് പോന്നപ്പോ നല്ല വെയിലായിരുന്നു. വെയിലെത്തുന്ന അകത്ത് കയറിയപ്പോ ഭയങ്കര തണുപ്പ്. അകത്ത് കയറിയപ്പോഴും തണുപ്പല്ലേ? ഭയങ്കര തണുപ്പാ. അതെന്താണ് അതിന്റെ ഒരു രാജരഹസ്യം? നമ്മുടെ നാടിന്റെ ആയിരിക്കാം. ഓക്കെ. ഇതാണ് പണ്ടത്തെ പഴയ പോർഷൻ അല്ലേ? ഓക്കെ. ഇത് അമ്മയുടെ ബെഡ്റൂം. ഞാൻ കണ്ടിരുന്നു അമ്മ രാമായണം വായിക്കുന്നതോ മറ്റോ. രാമായണാണ് അമ്മ വായിച്ചോണ്ടിരുന്നത്? മഹാഭാരതം. ഓക്കെ. ഞാൻ മഹാഭാരതത്തിലെ യയാതിയുടെ കഥയാണ് അടുത്തത് പറയാൻ പോകുന്നത്. യയാതിയുടെ കഥ അറിയില്ലേ മഹാഭാരതത്തിലെ? ഇവിടെ താഴോട്ടാണ് നിങ്ങളെ കോഫി പ്ലാന്റേഷൻ അല്ലേ? അപ്പൊ ഇത് ആരും നോക്കി നടത്തുന്നത്? ആര്? പണിക്കാരൊക്കെ. അപ്പൊ കോഫിക്ക് ഇപ്പൊ സനീഷ് പറഞ്ഞതനുസരിച്ച് കോഫിക്ക് വലിയ പരിചരണം ഒന്നും വേണ്ടെന്നാണ് സനീഷ് പറഞ്ഞത്. കോഫിയുടെ ഹാർവെസ്റ്റിംഗ് സീസൺ കഴിഞ്ഞു. സീസൺ എപ്പോഴാ ശരിക്കും? ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാപ്പി പഴുത്ത് പരിപാടി കഴിയും അല്ലേ? നിങ്ങൾ ഇതിപ്പോ എവിടെയാ വിൽക്കുക? സൊസൈറ്റിയിൽ കൊടുക്കും. അവക്കാഡോ ഇത് ഒരു മരം മാത്രം വെച്ചതാണോ? അല്ല, താഴെ ഉണ്ട് ഒരെണ്ണം. പിന്നെ കൃഷിയായിട്ട് ഇപ്പൊ ഇല്ല. ഇത് 2, 3, 4 മരമേ ഉള്ളൂ ഇവിടെ. ഇത്രയും വളവുണ്ടാവും ഒരു മരത്തും? ഉണ്ടാവും അല്ലേ? പക്ഷെ ഇത് ആയി വരുമ്പോഴത്തേക്ക് കുറെ കൊഴിഞ്ഞു പോകും. ഇപ്പൊ മഴയൊക്കെ ഇടയ്ക്ക് അധികം വെയിൽ വന്നിട്ടില്ല, വേനൽ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കായ നിൽക്കുന്നത്. അവക്കാഡോ ശരിക്കും വയനാട്ടില് കൂടുതൽ ഇപ്പൊ ഒരു പുതുവിളായിട്ട് എല്ലാരും ലാഭകരമായി തുടങ്ങിയിട്ടുണ്ടോ? കോഫിയേക്കാളും ലാഭമാണോ? അതിന് വേറെ ചെലവുകളൊന്നും കൂടുതൽ വരും. എത്ര കൊല്ലം പിടിക്കും ഇത് വിളവ് വരാനായിട്ട്? 4 വർഷം. 4 വർഷം കൊണ്ട്. കാരണം അവക്കാഡോക്ക് ഭയങ്കര വിലയല്ലേ? വേനലാകുമ്പോ വിലയുണ്ട്. ചില സമയങ്ങളിലാണ്. അല്ല, കൊച്ചിയിലൊക്കെ അവക്കാഡോക്ക് എപ്പോഴും വിലയാണ്. കാരണം ലുലുലൊക്കെ പോകുമ്പോ കാണാം 300 രൂപ 400 രൂപ. ഇവർ എത്ര രൂപ കിലോ ഒക്കെയാ നിങ്ങൾ വിൽക്കുക? ഓരോ സീസൺ അനുസരിച്ചായിരിക്കും. സീസൺ ആകുമ്പോഴത്തേക്ക് 250 ഒക്കെ കിട്ടും കിലോയ്ക്ക്. അല്ലെങ്കിൽ 120. സീസൺ അല്ലെങ്കിൽ തീരെ കുറവായിരിക്കും. ഒരു മരത്തുമ്പോ എത്ര വില കിട്ടും? അത് അവര് വന്നിട്ട് ആവുന്ന എടുക്കുക. പറിക്കുന്ന സമയത്തനുസരിച്ചുള്ള വിലക്കുള്ള തൂക്കത്തിനനുസരിച്ചുള്ള പൈസ മേടിക്കും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളൊരു അവക്കാഡോ തോട്ടത്തിൽ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ ഫുൾ അതിന്റെ കൃഷി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് അവക്കാഡോ വേണമെന്നും പറഞ്ഞെങ്കിൽ. അപ്പൊ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. വീടിന്റെ ബാക്കി കാണിച്ചു കൊടുക്കാം നമ്മൾക്ക്. ഞാനിപ്പോ ഈ ടൈലും ഇതൊക്കെ കാണുമ്പോഴേ എന്റെ മനസ്സിലുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ റെഡ് ഓക്സൈഡ് തന്നെയാണ് നല്ലത്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരു വല്ലാത്ത പ്രശ്നമാണ്. ഇവിടെ ഒരു ഇടനാഴി പോലെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കിച്ചൺ. അമ്മച്ചി ചായ ഉണ്ടാക്കുകയാണ്. എത്ര വയസ്സായിട്ടുണ്ടാവും അമ്മച്ചി? 90 അല്ലേ? പുള്ളി ഇൻഡിപെൻഡന്റ് ആണല്ലേ? ഇത് പഴയൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അത് കാണിക്കുന്നില്ല. കാരണം ഇത് ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ തുണികളും അങ്ങനെ ഇതാക്കാനും അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. മുകളിലോട്ട് ഇത് കടപ്പ സ്റ്റോൺ ആണോ? കടപ്പയല്ല. മുകളിലത്തെ ഫ്ലോർ ആണ് കുറച്ചുകൂടി ഭംഗി. അപ്പൊ അതിന്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി. സിമ്പിൾ, എലഗന്റ്.
ഇത് ഒരു ബെഡ്റൂം. ഈ വാതിലിന്റെ ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈൻ, സർക്കിൾസ് ആൻഡ് ജോമെട്രിക്. ഓ, ഇവിടെ നല്ല ലൈറ്റ് വരും അല്ലേ. ഇത് ശരിക്കും വീട് നിൽക്കുന്നത് ആശാരിപ്പടി. പഴൂരിന്ന് ചീരാലി പോകുന്നത്. ഞാൻ കാറ് ശ്രദ്ധിച്ചു, കൈലാക്ക്. മലയാളി പേരിട്ട കാറല്ലേ അത്? കാസർഗോഡുകാരൻ പേരിട്ട കാറാണ്. എത്ര രൂപയായി കൈലാക്ക്? ഷോപ്പ് റേറ്റ് 13 ചില്ലറയായി തോന്നുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് വണ്ടി? നല്ല അടിപൊളി. ഞാൻ അത് എടുക്കാറ്. നിങ്ങളതാണ് മേടിക്കുക. മൈലേജ് ഒക്കെ? മൈലേജ് കുറവാ. ഇത് പഴയ വീടിന്റെ ഭാഗമായിരുന്നു? മേൽവശമായിരുന്നു. ഇത് നമ്മളിപ്പം ചെയ്തതാ, ഇങ്ങനെ ഹോളാക്കി എടുത്തതാണ്. ദിസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. ശരിക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ? ഒരു യൂട്ടിലിറ്റി റൂം പോലെ. പക്ഷെ ഇവിടെ ഒരു ബെഡും ബാക്കിയുള്ള സംഗതിയിലൂടെ ഇപ്പൊ ശരിക്കും ബെഡ്റൂം ആയിട്ടാണ് ഉപയോഗിക്കാവുന്നതാണ്. ബിന്ദു മ്യൂറൽ പഠിക്കുന്നുണ്ട് അല്ലേ, താല്പര്യം കൊണ്ട്. ഇതിന്റെ ഫൈൻ ലൈൻസ് ഔട്ട്ലൈൻ മാത്രമേ. പക്ഷെ ഞാൻ പറയുന്നത് ലൈൻസിന്റെ ഒക്കെ ഒരു ഇത്രയും ഒക്കെ കണ്ടിട്ട് ഞാൻ 1-2 അടുത്ത സ്മഡ്ജ് കണ്ടിട്ടുള്ളൂ. ഇവിടെ ഒരെണ്ണം, അത് വളരെ നോർമൽ ആയിട്ടുള്ള, ബാക്കിയെല്ലാം വളരെ ബോൾഡ് സ്ട്രോക്സ് ഒക്കെയാണ് ഉള്ളത്. ഇത് നിങ്ങൾക്കൊരു ഫുൾ ടൈം ജോലിയാക്കി മാറ്റാൻ പറ്റുന്ന സംഗതിയാണ് കേട്ടോ. കാരണം ചെറുതായിട്ട് കൊടുക്കാറുണ്ട്, അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും എനിക്ക് പറ്റില്ല. ഇത് ബിന്ദു ചെയ്തൊരു മ്യൂറലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂര്. ഷീ ചാർജസ് 50,000 to 5 lakhs 10 lakhs റിസോർട്സിനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻ കേസ്, ഇൻ എ റയർ ചാൻസ് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മ്യൂറൽസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു. പക്ഷെ താമസം എടുക്കും എനിക്ക് വരച്ച് ഉണ്ടാക്കി വരാൻ. ഒരു 3x4 ഒരു മ്യൂറൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സമയം വേണ്ടി വരും? അല്ല, എനിക്ക് ഒത്തിരി നേരം വേണം. ഞാൻ അങ്ങനെ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല. ബട്ട് മ്യൂറൽസ് ആർ റിയലി ഒരു താല്പര്യമുള്ളത് കാരണം മാത്രം ഞാൻ അത് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും ആദ്യം വരച്ചതാണ് ഈ ബുദ്ധൻ. ഈ ബുദ്ധന് ഭയങ്കര, ബുദ്ധന്റെ മുഖഭാവം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് ആണോ? എനിക്കിഷ്ടമാണ്. ഇതാണ് പഴയ വീടിന്റെ പഴയ വീടിന്റെ താഴത്തേക്കാളും കൂടുതൽ സൗകര്യം മുകളിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്താ സംഗതി? ഇത് അവക്കാഡോ തന്നെ. നമുക്ക് കൃഷി തുടങ്ങിയാൽ അവക്കാഡോ തോട്ടം മേടിക്കാൻ കിട്ടുമോ? കിട്ടില്ല, ആരും വെക്കൂല അല്ലേ? ചെയ്യണം. അപ്പോ അവക്കാഡോ ഇനി കൂടുതൽ വെക്കാൻ പ്ലാൻ ഉണ്ടോ? അല്ല, കാര്യമായിട്ട് അത് ലാഭമുള്ള കൃഷിയാണ്. ലാഭമാണ്. ഇതിന് പരിചരണം ഭയങ്കരമായിട്ട് വേണം അവക്കാഡോക്ക്? ഇല്ല, നമ്മള് നട്ടു കൊടുത്തിട്ട് കുറച്ച് വളം ചെയ്യല് കാര്യങ്ങളൊക്കെ മതിയാവും. കാപ്പിക്ക് വളമിടുന്ന ടൈമിന് ചാണകം ഇട്ട് കൊടുക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ? ചെയ്യാറില്ല. ഓക്കെ. അപ്പോ ഈ വീട് ഞാനൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിനിടയിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ പിന്നെ സനീഷിന്റെ, നിങ്ങൾ തമ്മിൽ എങ്ങനെ ഫ്രണ്ടാണ്? സനീഷിന്റെ ഫ്രണ്ടാണ് ബിന്ദുവും ഫാമിലിയും. അപ്പൊ അങ്ങനെ നമ്മൾ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. മെയിൻലി ഈ 5.5 ഏക്കറാണ് ചുറ്റും കാപ്പിത്തോട്ടം. അതിന് നടുവിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവും. ദെൻ അവക്കാഡോ തോട്ടം നമ്മളൊരെണ്ണം ഫുള്ള് കാണിക്കുന്നുണ്ട്. അതിന്റെ കൃഷിയുടെ സാധ്യതകളെ കുറിച്ച് കൂടി പറയാം. അപ്പൊ ആർക്കെങ്കിലും വയനാടോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അവക്കാഡോ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും ആ വീഡിയോ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഇതൊന്നും പഴുത്തിട്ടൊന്നുമില്ലല്ലോ? ആയിട്ടില്ല. ഈ മാസം കഴിയും, മാർച്ച്. ഇവിടെ 2 മരമുണ്ട്, 2 മരമുണ്ട്. ഒരെണ്ണം താഴെ, 3, 4, 5. പതുക്കെയാണ് നിങ്ങൾ അല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പ്ലാന്റേഷൻ. ഇതിന്റെ മുകളിൽ കയറാൻ പറ്റില്ലല്ലോ? ഇല്ല. ഇതാണ് ഫ്രൂട്ട്സ്. അവക്കാഡോ കാണാത്ത മലയാളികൾ ഇപ്പൊ ഉണ്ടാവില്ല. അതിലൊന്നും ആയിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. സോ ഇനി നമുക്ക് നേരെ അവക്കാഡോ തോട്ടത്തിലോട്ട് പോവാം.